ഇനി നമുക്ക് പ്രിൻസിപ്പൽ പ്ലെയിൻ എവിടെ വരും നോക്കണം. അതായത് നമ്മൾ പഠിക്കാൻ പോണത് പ്രിൻസിപ്പൽ പ്ലെയിനിൻ്റെ ലൊക്കേഷനാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഒബ്ലീക്ക് പ്ലെയിൻ കണ്ടു, അവിടെ ഉണ്ടാകുന്ന നോർമൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല കണ്ടു, മാക്സിമം ഷിയർ സ്ട്രെസ് വരുന്ന പ്ലെയിൻ ഏതാണെന്നും കണ്ടു. ഇനി നമ്മൾ പ്രിൻസിപ്പൽ പ്ലെയിൻ, ഈ സെയിം കേസിൽ പ്രിൻസിപ്പൽ പ്ലെയിൻ എവിടെയായിരിക്കും വരേണ്ടത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഇങ്ങനെ ഒരു ബോഡി, അവിടെ ഒരു ഒബ്ലീക്ക് പ്ലെയിൻ അറ്റ് ആൻ ആംഗിൾ തീറ്റ ഉണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഇതിലുണ്ടാകുന്ന നോർമൽ സ്ട്രെസ്സ് സിഗ്മ എന്നിൻ്റെ ഫോർമുല പറഞ്ഞു. ഇവിടെ ഉണ്ടാകുന്ന സിഗ്മ ടി ഷിയർ സ്ട്രെസ്സിൻ്റെ ഫോർമുലയും കണ്ടു. ഇനി നമ്മൾ പ്രിൻസിപ്പൽ പ്ലെയിനിൻ്റെ ലൊക്കേഷൻ എവിടെയായിരിക്കും എന്നാണ്. ഇപ്പം നമ്മൾ നേരത്തെ പഠിച്ചു പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്ലെയിൻ വെയർ നോ ഷിയർ സ്ട്രെസ്. അപ്പം നോ ഷിയർ സ്ട്രെസ് എന്നുള്ള കണ്ടീഷൻ എവിടെയാണോ വരുന്നത് ആ പ്ലെയിൻ ആയിരിക്കും പ്രിൻസിപ്പൽ പ്ലെയിൻ. ഇപ്പോൾ നമ്മൾ ഏത് ഫോർമുലയാണ് എടുക്കേണ്ടത്? ടാൻജൻഷ്യൽ സ്ട്രെസ് അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ്സിൻ്റെ ഫോർമുല എടുക്കണം. അതായത് സിഗ്മ 1 മൈനസ് സിഗ്മ 2/2 സൈൻ 2 തീറ്റ. ഇതായിരുന്നല്ലോ ടാൻജൻഷ്യൽ സ്ട്രെസ്സിൻ്റെ ഫോർമുല. സിഗ്മ 1 എന്ന് പറയുന്നത് ഈ സൈഡിലെ സിഗ്മ 1, ഇവിടെ സിഗ്മ 2 ആണല്ലോ നമ്മുടെ സ്ട്രെസ്സസ് ആക്ട് ചെയ്യുന്നത്, നോർമൽ സ്ട്രെസ്സസ്. ഓക്കെ, ഈ നോർമൽ സ്ട്രെസ് ഉണ്ടാകുന്നത് ഇവിടെ P1 എന്ന ഫോഴ്സ് കൊണ്ടും ഇവിടെ P2 എന്ന ഫോഴ്സും കൊണ്ടാണ്. ഓക്കെ, അപ്പം ഷിയർ സ്ട്രെസ്സിൻ്റെ ഫോർമുല ഇതാണ്. ഇത് 0 ആണ്. അപ്പോഴാണ് ആ പ്ലെയിൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അതായത് സിഗ്മ 1 മൈനസ് സിഗ്മ 2/2 സൈൻ 2 തീറ്റ ഈക്വൽ ടു 0. അതായത് ഇത് 0 ആകാൻ പറ്റില്ല. സിഗ്മ 1 സിഗ്മ 2 0 അല്ല എന്ന് കൺസിഡർ ചെയ്യുക. അപ്പം ഏതായിരിക്കും 0 വരുന്നത്? സൈൻ 2 തീറ്റ ഈക്വൽ ടു 0. സൈൻ 2 തീറ്റ 0 ആണെങ്കിൽ 2 തീറ്റ ഈക്വൽ ടു 0 അല്ലെങ്കിൽ 180 ഡിഗ്രി ആവണം. അപ്പോഴാണ് സൈൻ 2 തീറ്റ 0 ആവുന്നത്. തീറ്റ ഈക്വൽ ടു 0 ഓർ 180/2 എത്രയാണ്? 90 ഡിഗ്രി. ഈ കണ്ടീഷനിലാണ് ടാൻജൻഷ്യൽ സ്ട്രെസ് 0 ആവുന്നത്. അപ്പം അതിൻ്റെ പൊസിഷൻ ഓഫ് ദ പ്ലെയിനാണ് ഈ തീറ്റയെ നമുക്ക് കിട്ടിയത്. അതായത് തീറ്റ 0 ആകുമ്പോഴും തീറ്റ 90 ഡിഗ്രി ആകുമ്പോഴുമാണ് ഷിയർ സ്ട്രെസ്സുള്ള പ്ലെയിൻ ഉണ്ടെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പം അത് ഏതൊക്കെ പ്ലെയിൻ ആയിരിക്കും? തീറ്റ 0 ആണെങ്കിൽ അത് ആ പ്ലെയിൻ, ഇത് തീറ്റയാണ്, തീറ്റ ചെറുതായി 0 ആണെങ്കിൽ ഇത് ഈ പ്ലെയിൻ, ഇതാണ് തീറ്റ 0 ആവുന്ന പ്ലെയിൻ. ഇനി തീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ ഈ പ്ലെയിൻ ഇങ്ങോട്ട് പൊങ്ങിപ്പോയി ഇത് ഈ പ്ലെയിൻ ഇതാകുമ്പോഴാണ് തീറ്റ 90 ഡിഗ്രി ആകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത നൊട്ടേഷൻ അനുസരിച്ച് ABCD, BC എന്ന പ്ലെയിൻ അതിലാണ് തീറ്റ 0, DC എന്ന പ്ലെയിൻ അതിലാണ് തീറ്റ 90. അപ്പോൾ ആ രണ്ട് പ്ലെയിനിലും ഷിയർ സ്ട്രെസ് 0 ആയിരിക്കും. അപ്പോൾ അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? നോർമൽ സ്ട്രെസ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെയുള്ള നോർമൽ സ്ട്രെസ്സ് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. BC എന്ന പ്ലെയിനിൽ നോർമൽ സ്ട്രെസ്സ് സിഗ്മ 1ഉം DC എന്ന പ്ലെയിനിൽ നോർമൽ സ്ട്രെസ്സ് സിഗ്മ 2 ആണെന്ന് ഈ ഫിഗറിൽ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം. എന്തായാലും നമുക്കത് ഈ ഫോർമുല വെച്ച് നോക്കാം. അതായത് സിഗ്മ എന്നിൻ്റെ ഫോർമുല നമ്മൾ നേരത്തെ എഴുതിയതാണ്. സിഗ്മ 1 പ്ലസ് സിഗ്മ 2/2 പ്ലസ് സിഗ്മ 1 മൈനസ് സിഗ്മ 2/2 കോസ് 2 തീറ്റ. ഇതാണ് നോർമൽ സ്ട്രെസ് സിഗ്മ എന്നിൻ്റെ ഫോർമുല. ഇവിടെ കോസ് 2 തീറ്റ 0 ആകുമ്പം എന്ത് സംഭവിക്കും, അതുപോലെ തീറ്റ 90 ആകുമ്പം എന്ത് സംഭവിക്കും എന്നുള്ളത് നോക്കാം. ഓക്കെ, ആദ്യം തീറ്റ 0 ആകുമ്പോൾ വെൻ തീറ്റ ഈക്വൽ ടു 0, വെൻ തീറ്റ ഈക്വൽ ടു 0 ഇവിടെ കോസ് 2 0 എന്നാവും. കോസ് 2 0 എന്ന് പറഞ്ഞാൽ കോസ് 0 അതായത് 1 ആവും. അപ്പം സിഗ്മ എൻ എന്താവും? സിഗ്മ 1 പ്ലസ് സിഗ്മ 2/2 പ്ലസ് സിഗ്മ 1 മൈനസ് സിഗ്മ 2/2.
അപ്പം സിഗ്മ 2/2 ഇവിടെ സിഗ്മ 2/2 ക്യാൻസലായിട്ട് പോവും. പിന്നെ സിഗ്മ 1 പ്ലസ് സിഗ്മ 2 സിഗ്മ 1 പ്ലസ് സിഗ്മ 1/2 അതായത് സിഗ്മ 1 സിഗ്മ n ഈക്വൽ ടു സിഗ്മ 1 എന്ന് പറയും. തീറ്റ ഈക്വൽ ടു 0. അപ്പം തീറ്റ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു നേരത്തെ പറഞ്ഞു ബി സി എന്ന പ്ലെയിനാണ്, അവിടെ സിഗ്മ 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്കിവിടെ ഫോർമുല വഴി കിട്ടി. ഇനി വെൻ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി വരുമ്പോൾ എങ്ങനെ സംഭവിക്കും? ഇവിടെ കോസ് 2 ഇൻറ്റു 90 കോസ് 180. കോസ് 180 എന്ന് പറയുന്നത് എത്രയാണ്? -1 ആണ്. അപ്പം ഈ സിഗ്മ n എന്ന് പറയുന്നത് എങ്ങനെയാവും? സിഗ്മ 1 പ്ലസ് സിഗ്മ 2/2 പ്ലസ് സിഗ്മ 1 മൈനസ് സിഗ്മ 2/2 ഇൻറ്റു -1 എന്ന് പറയും. ഓക്കെ, അപ്പം ഇവിടെ സിഗ്മ 1ൻ്റെ ടേംസ് കട്ടായി പോയിട്ട് സിഗ്മ 2 മാത്രമാവും. സിഗ്മ n ഈക്വൽ ടു സിഗ്മ 2. അപ്പോൾ സിഗ്മ 2 തീറ്റ ഈക്വൽ ടു 90 എന്ന് പറയുമ്പോൾ ഡി സി എന്ന പ്ലെയിനാണ്, അവിടെ സിഗ്മ 2 മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ എന്ന്, അവിടുത്തെ നോർമൽ സ്ട്രെസ് സിഗ്മ 2 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഫോർമുല വെച്ച് അത് പ്രൂവ് ചെയ്തു. അപ്പോൾ ഏതൊക്കെയാണ് പ്രിൻസിപ്പൽ പ്ലെയിൻസ് ഈ കേസിൽ? വെൻ 2 stresses are acting at perpendicular directions on 2 sides. അപ്പം പ്രിൻസിപ്പൽ പ്ലെയിൻസ് എന്ന് പറയുന്നത് രണ്ടെണ്ണം പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ, ഒന്ന് ബി സിയും ഒന്ന് ഡി സിയും. ഓക്കെ, ചിലപ്പോൾ അതിന് പാരലായിട്ടുള്ള പ്ലെയിനും ആകാം. ഓക്കെ, അപ്പോൾ അതാണ് പ്രിൻസിപ്പൽ പ്ലെയിൻ ഈ കേസിൽ. ഇനി നെക്സ്റ്റ് കേസ് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നോട്ടിഫിക്കേഷൻ, അടുത്ത വീഡിയോ വരുമ്പോൾ നോട്ടിഫിക്കേഷന് വേണ്ടി സബ്സ്ക്രൈബിലും ക്ലിക്ക് ചെയ്യണം, അതുപോലെ ബെൽ ബട്ടണിലും അമർത്തണം. അപ്പം നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് വരും അടുത്ത നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ.